أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم താരിഖുൽ ഇസ്ലാം 7ാം ക്ലാസ്. താരിഖുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠം നമുക്ക് നോക്കാം. അൽ വഹദത്തുൽ ഊല. പാഠം 1. ഉസ്വത്തുൻ ഹസനത്ത്, ഒരു നല്ല മാതൃക. ഉസ്വത്തുൻ ഹസനത്ത് പറഞ്ഞാൽ ഒരു നല്ല മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പറ്റിയാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉദാത്ത മാതൃകയുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഇനി നമുക്ക് പാഠം നോക്കാം. പ്രവാചക ചരിത്രത്തോളം വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ഒരു ചരിത്രം വേറെയില്ല. വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും സമൂഹങ്ങളുടേതുമായ ധാരാളം ചരിത്രങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാം പ്രവാചക ചരിത്രത്തേക്കാൾ വളരെ ചെറുതാണ്. ലക്ഷക്കണക്കിന് പേജുകളും നൂറുകണക്കിന് വാല്യങ്ങളുമുള്ള ഒരു മഹാപ്രപഞ്ചമാണ് പ്രവാചക ചരിത്രം. ലോകത്തിൽ ലഭ്യമായ ചരിത്രങ്ങളെല്ലാം വ്യക്തികളുടേതായാലും രാജ്യങ്ങളുടെയോ മറ്റോ ആയാലും നബി ചരിത്രത്തോളം സൂക്ഷ്മതയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ സംസാരിച്ചു, നടന്നു, കിടന്നു, ഇരുന്നു, കുടിച്ചു, കുളിച്ചു തുടങ്ങി കാര്യങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ചരിത്രം കൃത്യമായ രേഖകളോടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതിനെ മറ്റെല്ലാ ചരിത്രങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നു. സംഭവങ്ങൾക്ക് സാക്ഷികളായ സത്യസന്ധരായ സ്വഹാബികളിൽ നിന്ന് സത്യസന്ധരായ ആളുകളിലൂടെ പരമ്പര മുറിയാതെ നമ്മുടെ കൈകളിലെത്തിയതാണ് ആ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് സാധാരണ ചരിത്രം പഠിക്കുന്നത് പോലെ കേവലം ചരിത്ര സംഭവങ്ങൾ അറിയാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണത്. അവിടുന്ന് സത്യപ്രവാചകനാണെന്നും കേവലം ഒരു മഹാവ്യക്തി മാത്രമായിരുന്നില്ലെന്നും തിരിച്ചറിയാൻ അതിലൂടെ കഴിയും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ഉദാത്ത മാതൃകയാണ് പ്രവാചക ജീവിതം. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉത്തമ മാതൃക അവിടെയുണ്ട്. ഭരണാധിപനും പ്രജയ്ക്കും, അധ്യാപകനും വിദ്യാർത്ഥിക്കും, പ്രബോധകനും പ്രബോധിതർക്കും, കൃഷിക്കാരനും കച്ചവടക്കാരനും, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്. അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതിൻ്റെ അർത്ഥം, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉദാത്ത മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ നബി ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ. അതിൻ്റെ അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഇഹപര വിജയം നേടാൻ നബി ചരിത്രം പഠിക്കണം. അതിനാവശ്യമായതെല്ലാം അവിടെ കാണാം. ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാനും നബി ചരിതം പഠിച്ചേ തീരൂ. വിശുദ്ധ ഖുർആൻ, അതിൻ്റെ തഫ്സീറുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ, സീറകൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ ഇവയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ വിശകലനങ്ങൾ എന്നിവയാണ് നബി ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നുജിബ്. അതിലൊന്നാമത്തെ, വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ പഠിക്കണം എന്ത്? അതിൻ്റെ ആൻസർ നബി ചരിത്രം. നബി ചരിത്രം. രണ്ടാമത്തെ, കാന ഖുലുഖുൽ ഖുർആൻ ആര് പറഞ്ഞു?
അതിൻ്റെ ആൻസർ ആയിഷ റളിയല്ലാഹു അൻഹ. മൂന്നാമത്തെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ളവർക്ക് ഉത്തമ മാതൃകയുണ്ട് എവിടെ? ആൻസർ പ്രവാചക ജീവിതം. ആൻസർ പ്രവാചക ജീവിതം. നാലാമത്തെ, ഏറ്റവും വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ചരിത്രം ഏത്? ആൻസർ നബി ചരിത്രം. അടുത്തത് നക്തുബുൽ ഫിക്ര, ഫിക്ര എഴുതുക. നബി ചരിത്രവും മറ്റു ചരിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ലോകത്ത് ലഭ്യമായ ചരിത്രങ്ങളെല്ലാം വ്യക്തികളുടേതായാലും രാജ്യങ്ങളുടെ മറ്റോ ആയാലും നബി ചരിത്രത്തോളം സൂക്ഷ്മതയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ സംസാരിച്ചു, നടന്നു, കിടന്നു, ഇരുന്നു, കുടിച്ചു, കുളിച്ചു തുടങ്ങി കാര്യങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ചരിത്രം കൃത്യമായ രേഖകളോടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതിന് മറ്റെല്ലാ ചരിത്രങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നു. സംഭവങ്ങൾക്ക് സാക്ഷികളായ സത്യസന്ധരായ സ്വഹാബികളിൽ നിന്ന് സത്യസന്ധരായ ആളുകളിലൂടെ പരമ്പര മുറിയാതെ നമ്മുടെ കൈകളിലെത്തിയതാണ് ആ ചരിത്രം. ഇത് വളരെ വൃത്തിയായി എഴുതിയെടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നബി ചരിത്രം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് സാധാരണ ചരിത്രം പഠിക്കുന്നത് പോലെ കേവലം ചരിത്ര സംഭവങ്ങൾ അറിയാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണത്. അവിടുന്ന് സത്യപ്രവാചകനാണെന്നും കേവലം ഒരു മഹാവ്യക്തി മാത്രമായിരുന്നില്ലെന്നും തിരിച്ചറിയാൻ അതിലൂടെ കഴിയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നബി ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ. അതിൻ്റെ ആൻസർ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ തഫ്സീറുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ, സീറകൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇവയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ വിശകലനങ്ങൾ എന്നിവയാണ് നബി ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ, കാന ഖുലുഖുൽ ഖുർആൻ. അതിൻ്റെ അർത്ഥം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ആയിഷ ബീവി പറഞ്ഞതാണിത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉദാത്ത മാതൃകയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉദാത്ത മാതൃകയുണ്ട്. അടുത്തത് തഖ്സീസ്, ഉപന്യസിക്കുക. നബി ചരിത്രത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അതിൻ്റെ ആൻസർ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ഉദാത്ത മാതൃകയാണ് പ്രവാചക ജീവിതം. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉത്തമ മാതൃക അവിടെയുണ്ട്. ഭരണാധിപനും പ്രജയ്ക്കും, അധ്യാപകനും വിദ്യാർത്ഥിക്കും, പ്രബോധകനും പ്രബോധിതർക്കും, കൃഷിക്കാരനും കച്ചവടക്കാരനും, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്. അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ നബി ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ. ഇഹപര വിജയം നേടാൻ നബി ചരിതം പഠിക്കണം. അതിനാവശ്യമായതെല്ലാം അവിടെ കാണാം. ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാനും നബി ചരിതം പഠിച്ചേ തീരൂ. ഈ ഉപന്യാസം നിങ്ങൾ വളരെ വൃത്തിയായി എഴുതിയെടുക്കുക. ഈ പാഠം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണേ.
ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ.